Good morning all. നമ്മൾ ഇന്ന് പുതിയ ചാപ്റ്റർ തുടങ്ങുകയാണ്. ചാപ്റ്ററിന്റെ പേരാണ് ലീസിംഗ്. നമ്മൾ സെക്കൻഡ് സെമസ്റ്ററിൽ അക്കൗണ്ടിങ്ങിൽ ലീസിംഗ് പഠിച്ചതാണ് അല്ലേ? ഇന്ന് നമ്മൾ അക്കൗണ്ടിംഗ് ഒന്നുമല്ല നോക്കാൻ പോകുന്നത്. ലീസിംഗ് ബെനിഫിഷ്യൽ ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് ലെസറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും ലെസ്സിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും നമ്മൾ നോക്കും. അപ്പോൾ ലീസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലീസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ അറേഞ്ച്മെന്റ് ആണ്. ഇതിൽ രണ്ട് പാർട്ടീസ് ഇൻവോൾവ് ആണ്. ഒന്ന് ഓണർ ഓഫ് ദി അസറ്റ്. ഓണർ ഓഫ് ദി അസറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലെസർ. രണ്ടാമത്തെ പാർട്ടി എന്ന് പറഞ്ഞാൽ യൂസർ ഓഫ് ദി അസറ്റ്, അയാളെ വിളിക്കുന്ന പേരാണ് ലെസ്സി. ഈ ലെസ്സിയും തമ്മിലുള്ളൊരു ഫിനാൻഷ്യൽ അറേഞ്ച്മെന്റ് ആണ് ലീസിംഗ് എന്ന് പറയുന്നത്. എന്താണ് ആ ഫിനാൻഷ്യൽ അറേഞ്ച്മെന്റ്? ഓണർ ഓഫ് ദി അസറ്റ് അല്ലെങ്കിൽ ലെസറിന്റെ അല്ലെങ്കിൽ ലെസർ ഓൺ ചെയ്യുന്ന അസറ്റ് ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിൽ ആർക്ക് യൂസ് ചെയ്യാൻ കൊടുക്കും? ലെസ്സിക്ക് യൂസ് ചെയ്യാൻ കൊടുക്കും. ആ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം അല്ലെങ്കിൽ ആ ഡിഫൈൻഡ് പീരീഡ് ഓഫ് ടൈമിന് പറയുന്ന പേരാണ് ലീസ് പീരീഡ്. ലെസർ ചുമ്മാ കൊടുക്കില്ലല്ലോ, എന്തെങ്കിലും ഒരു കൺസിഡറേഷൻ ആയിരിക്കും കൊടുക്കുന്നത് അല്ലേ? ആ പീരിയോഡിക് കൺസിഡറേഷന് പറയുന്ന പേരാണ് ലീസ് റെന്റൽ. അപ്പോൾ ലീസിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫിനാൻഷ്യൽ അറേഞ്ച്മെന്റ് അണ്ടർ വിച്ച് ദ ഓണർ ഓഫ് ദ അസറ്റ് നോൺ ആസ് ലെസർ allows the user of the asset known as lessee to use the asset for a specific period of time which is called lease period for a consideration called lease rental. Lease rental annual ആവാം, മന്ത്ലി ആവാം, ക്വാർട്ടർലി ആവാം, എങ്ങനെയാണെങ്കിലും ആവാം. യൂഷ്വലി ഇറ്റ് ഈസ് ആനുവൽ. അപ്പോൾ ലീസ് റെന്റലിന് വേണ്ടി ലെസർ അതായത് ഓണർ ഓഫ് ദി അസറ്റ് ലെസ്സിക്ക് യൂസ് ചെയ്യാൻ കൊടുക്കുകയാണ് അസറ്റ് ഒരു ഡിഫൈൻഡ് പീരീഡ് ഓഫ് ടൈമിന്. ഓക്കെ, അപ്പോൾ ഇവിടെ ലീസ് ചെയ്യുമ്പോൾ ഓണർ അസറ്റ് അല്ല ട്രാൻസ്ഫർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഓണർഷിപ്പ് അല്ല ട്രാൻസ്ഫർ ചെയ്യുന്ന. എന്തുമാത്രമേ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ? റൈറ്റ് ടു യൂസ് ദ അസറ്റ്, അത് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. അതും ഒരു കൺസിഡറേഷന് വേണ്ടി. കൺസിഡറേഷൻ്റെ പേരാണ് ലീസ് റെന്റൽ. അപ്പോൾ ഇവിടെ 4 ടെക്നിക്കൽ ടേംസ് ആണുള്ളത്. ഓണർ ഓഫ് ദ അസറ്റ് ലെസർ, യൂസർ ഓഫ് ദ അസറ്റ് ലെസ്സി, a defined period of time for which the asset is used, lease period, and consideration paid is called lease rental. ഇത്രയും ടെക്നിക്കൽ ടേംസ് ആണ് ലീസിംഗിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. ഇനി ലീസിംഗിൻ്റെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീസ് റെന്റൽ ലെസറിൻ്റെ കയ്യിൽ ടാക്സബിൾ ആണ്. എന്തുകൊണ്ടാണ്? അതൊരു ഇൻകം ആണ് ലെസറിനെ സംബന്ധിച്ച് അല്ലേ? ലെസർ എന്ന് പറഞ്ഞാൽ ഓണർ ഓഫ് ദി അസറ്റ്. ഓണർ ഓഫ് ദി അസറ്റിനെ സംബന്ധിച്ച് ലീസ് റെന്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻകം ആണ്, അതുകൊണ്ട് ടാക്സബിൾ ആണ്. അതേസമയം ലെസ്സിയെ സംബന്ധിച്ച് ഈ ലീസ് റെന്റൽ എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. അപ്പോൾ അത് ടാക്സ് ഡിഡക്റ്റബിൾ ആണ്. ഡിസലൗഡ് എക്സ്പെൻസ് അല്ല, ടാക്സ് ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ആണ്. ഇനി ഇൻകം ടാക്സ് ലോ അനുസരിച്ച് ആർക്കാണ് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ്? ഓണർ ഓഫ് ദി അസറ്റ് ആണ്. അപ്പോൾ ഇവിടെ ലെസർക്ക് ഡിപ്രീസിയേഷൻ, അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാം. ഇനി ലീസ് പീരീഡിനെ 2 പാർട്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ സെഗ്രിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ പാർട്ടിനെ പറയുന്ന പേരാണ് പ്രൈമറി ലീസ് പീരീഡ്, രണ്ടാമത് സെക്കൻഡറി ലീസ് പീരീഡ്. ഈ പ്രൈമറി ലീസ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസറ്റിൻ്റെ ഫുൾ വാല്യൂ ലെസ്സിയുടെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യുന്ന ആ പീരീഡ്, അതിനെയാണ് പ്രൈമറി ലീസ് പീരീഡ് എന്ന് പറയുക. സപ്പോസ് ഒരു അസറ്റിൻ്റെ വില 1 lakh ആണ്. 1 lakh റുപ്പീസ് വിലയുള്ള അല്ലെങ്കിൽ കോസ്റ്റ് ഉള്ള ഒരു അസറ്റ്, വാല്യൂ ഉള്ള ഒരു അസറ്റ് ലെസ്സിക്ക് യൂസ് ചെയ്യാൻ കൊടുത്തു. 10 വർഷം കൊണ്ടാണ് അത് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു 10 വർഷത്തെ കാലാവധിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈമറി ലീസ് പീരീഡ്. ഈ പ്രൈമറി ലീസ് പീരീഡിൽ ടൈം വാല്യൂ ഓഫ് മണിയും ഇൻക്ലൂഡ് ചെയ്യും. ബാക്കിയുള്ള പീരീഡ്, പിന്നീടുള്ള പീരീഡിനെ പറയുന്നവരാണ് സെക്കൻഡറി ലീസ് പീരീഡ്. ആ ടൈമിൽ ലീസ് റെന്റൽ നോർമലായിരിക്കും, തുച്ഛമായിട്ടുള്ളൊരു ലീസ് റെന്റലായിരിക്കും. ഇനി അടുത്ത ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ലീസ് പീരീഡിൻ്റെ അവസാനം അസറ്റ് ആർക്ക് തിരിച്ചു വരും? ലെസറുടെ കയ്യിലോട്ട് തിരിച്ചു വരും. ലെസറാണല്ലോ ആക്ച്വൽ ഓണർ. അപ്പോൾ ലീസ് പീരീഡിൻ്റെ എൻഡിൽ ലെസറുടെ കയ്യിലോട്ട് തിരിച്ചു വരും. പക്ഷേ ഇൻ ആക്ച്വൽ പ്രാക്ടീസ് ഈ ലീസ് പീരീഡ് കഴിയുമ്പോൾ ലെസർ എന്ത് ചെയ്യും? ഈ അസറ്റ് ലെസ്സിക്ക് ഒരു നോമിനൽ വാല്യൂവിന് വിൽക്കും, തുച്ഛമായിട്ടുള്ള ഒരു വിലയ്ക്ക് അങ്ങ് വിൽക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അസറ്റിൻ്റെ ഫുൾ വാല്യൂ ലെസർ ആ കാലാവധിക്കുള്ളിൽ തന്നെ റിക്കവർ ചെയ്തിട്ടുണ്ടാവും അല്ലേ? അതുകൊണ്ട് തുച്ഛമായിട്ടുള്ള എമൗണ്ടിന് ലെസ്സിക്ക് വിൽക്കും. അപ്പോൾ നമ്മൾക്ക് ഇമ്പോർട്ടൻറ്റ് കുറേ ആസ്പെക്ട്സ് അതിൽ നിന്ന് മനസ്സിലാക്കാം. ഈ ഡെഫിനിഷനിൽ നിന്നും ഇപ്പോൾ പറഞ്ഞ റെലവൻറ്റ് ആസ്പെക്റ്റിൽ നിന്നും. അസറ്റിൻ്റെ ഓണർ ആരാ? ലീഗൽ ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസറാണ്. ലെസ്സി യൂസറാണ്. യൂസർ ഓഫ് ദി അസറ്റ് ആണ് ലെസ്സി എന്ന് പറയുന്നത്. ഓണർ ഓഫ് ദി അസറ്റ് ഈസ് ലെസർ. ലീസ് റെന്റ് ലെസറിനെ സംബന്ധിച്ച് ഇൻകം ആണ്, ലെസ്സിനെ സംബന്ധിച്ച് എക്സ്പെൻസ് ആണ്. ലെസ്സി വാടക കൊടുത്തിട്ടാണ് അസറ്റ് യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അത് ലെസ്സിനെ സംബന്ധിച്ച് എക്സ്പെൻസ് ആണ്. വാടക കിട്ടുന്ന ആർക്കാണ്? ലെസർക്കാണ്. അതുകൊണ്ട് ലെസറിനെ സംബന്ധിച്ച് അത് ഇൻകം ആണ്. ടാക്സേഷൻ, ഈ ലീസ് റെന്റൽ എന്ന് പറയുന്നത് ലെസറുടെ കയ്യിൽ ടാക്സബിൾ ആണ്, ലെസ്സിയുടെ കയ്യിൽ ടാക്സ് ഡിഡക്റ്റബിൾ ആണ്. ഡിപ്രീസിയേഷൻ ആർക്ക് ക്ലെയിം ചെയ്യാം? ലെസർക്ക് ക്ലെയിം ചെയ്യാം. ലെസ്സിക്ക് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല അൺലെസ് the agreement says specifically that depreciation can be claimed by lessee.
ലെസ്സിക്ക് ക്ലെയിം ചെയ്യാമെന്ന് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ അഗ്രിമെൻറ്റിൽ അത് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ആരാ ചെയ്യുന്നത്? ലെസ്സറാണ് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്, ബിക്കോസ് ഈസ് ദ ലീഗൽ ഓണർ. ഇനി ഒരു ലീസിങ്ങിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഡയഗ്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഒരു അസറ്റ് ലെസ്സിക്ക് വേണം, പക്ഷേ ലെസ്സിനെ സംബന്ധിച്ച് റിസോഴ്സ് ഇല്ല, ഫണ്ടില്ല, ആ പൈസ ഇല്ല, ഒരു അസറ്റ് മേടിക്കാനുള്ള ഫണ്ട് കണ്ടെത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ റിസോഴ്സ് ഇല്ലാത്തതുകൊണ്ടാണല്ലോ ലെസ്സി ലെസ്സറുടെ അടുത്ത് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ലെസ്സി ആദ്യം എന്ത് ചെയ്യും? ഒരു അസറ്റ് സ്പോട്ട് ചെയ്യും. ലെസ്സിക്ക് ആവശ്യമുള്ള ഒരു അസറ്റ് സ്പോട്ട് ചെയ്യും, അതിൻ്റെ സപ്ലയറെ കണ്ടെത്തും, അതിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് ചോദിക്കും. ലെസ്സി എന്ത് ചെയ്യും? അതിനുശേഷം ഒരു ലെസ്സർ, അത് ലെസ്സിക്ക് വാങ്ങിച്ച് വാടകയ്ക്ക് തരാൻ പാകത്തിനുള്ളൊരു ലെസ്സറിനെ കണ്ടുപിടിക്കും. ലെസ്സറുടെ അടുത്ത് പറയും ഇത്രയൊക്കെയാണ് കോസ്റ്റ്, എനിക്ക് ലീസ് ചെയ്യണം. അവർ ഒരു അഗ്രിമെൻ്റ് എൻട്രി ചെയ്യും. അഗ്രിമെൻറ്റ് സാറ്റിസ്ഫാക്ടറി ആയിട്ട് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെസ്സർ എന്ന് പറയുന്ന ആൾ സപ്ലയറെ കണ്ട് അസറ്റ് പർച്ചേസ് ചെയ്യും. അസറ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ലീഗൽ ഓണറായിട്ടുള്ള ലെസ്സർ എന്ത് ചെയ്യും? സപ്ലയർക്ക് പേയ്മെൻറ്റ് നടത്തും. സപ്ലയർക്ക് പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ലീഗൽ ഓണർ ആരായി? ലെസ്സറായി. അതിനുശേഷം ലെസ്സർ എന്ത് ചെയ്യും? അസറ്റ് ലെസ്സിക്ക് ട്രാൻസ്ഫർ ചെയ്യും. ലെസ്സി ഓരോ ആനുവൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അതിൻ്റെ റെൻറ്റ് ആർക്ക് കൊടുക്കും? ലെസ്സർക്ക് കൊടുക്കും, അല്ലേ? ഇതാണ് ലീസിങ്ങിൻ്റെ ഫോമാറ്റ് അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കുറച്ച് ലീസ് ടേംസ് നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കാനുണ്ട്. നെറ്റ് ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് ലീസിൽ ലെസ്സിയാണ് മെയിൻ്റനൻസ് കോസ്റ്റും ഇൻഷുറൻസ് കോസ്റ്റും ബെയർ ചെയ്യുന്നത്. മെയിൻ്റനൻസ് ലീസിലാണെങ്കിൽ ലെസ്സറാണ് മെയിൻ്റനൻസും ഇൻഷുറൻസ് കോസ്റ്റും ബെയർ ചെയ്യുന്നത്. ലെവറേജ് ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലീസിൽ ലെസ്സർ എന്ത് ചെയ്യും? അസറ്റ് പർച്ചേസ് ചെയ്യുന്നത് ത്രൂ ഇഷ്യൂ ഓഫ് ഡെറ്റ് സെക്യൂരിറ്റീസ്, ഡിബഞ്ചേഴ്സോ അല്ലെങ്കിൽ ബോൺസോ ഒക്കെ ഇഷ്യൂ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ലെസ്സർ ആ അസറ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഫണ്ട് റേസ് ചെയ്യുന്നത്. ഫുൾ പേ ഔട്ട് ലീസ് ഓർ ഫിനാൻസ് ലീസ്, നമ്മൾ ഫുൾ പേ ഔട്ട് ലീസിന് കോമൺ ആയിട്ട് അറിയുന്ന ഫിനാൻസ് ലീസ് എന്നാണ്. ഫിനാൻസ് ലീസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻസ് ലീസിൻ്റെ അല്ലെങ്കിൽ ലീസ് പീരീഡിൻ്റെ കാലാവധിക്കുള്ളിൽ തന്നെ ആ അസറ്റിൻ്റെ മുഴുവൻ തുകയും അല്ലെങ്കിൽ മുഴുവൻ വാല്യൂവും റിക്കവർ ചെയ്യാൻ പറ്റും. ഫിനാൻസ് ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീസ് പീരീഡ് വലുതായിരിക്കും, ലാർജ് ആയിരിക്കും. 99 ഇയേഴ്സിന് 100 ഇയേഴ്സിനൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ 999 ഇയേഴ്സ്, അങ്ങനെ വലിയൊരു പീരീഡിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്? ഫിനാൻസ് ലീസൊക്കെ ലീസ് ഔട്ട് ചെയ്യുന്നത്, ലീസ് നടത്തുന്നത്. അപ്പോൾ ഇനിഷ്യൽ ലീസ് പീരീഡ് എന്ന് പറയുന്നത് ലാർജ് ആയിരിക്കും. ആ ഒരു കാലാവധിക്കുള്ളിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആ അസറ്റ് ലീസ് ഔട്ട് ചെയ്യുന്ന അസറ്റിൻ്റെ ഫുൾ വാല്യൂ ലെസ്സർക്ക് ലെസ്സിയുടെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റും. ഇനി ഓപ്പറേറ്റിംഗ് ലീസ് ഫിനാൻസ് ലീസിന് നേരെ എതിരാണ്. അതായത് ഒരു ഷോർട്ട് ടേം ലീസാണ്. ഇവിടെ അസറ്റിൻ്റെ എക്കണോമിക് ലൈഫിനുള്ളിലൊന്നും അതിൻ്റെ വാല്യൂ ലെസ്സിയുടെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റില്ല. ഒരു വർഷമോ ചിലപ്പോൾ 2 വർഷത്തേക്കൊക്കെ ആയിരിക്കും ലീസ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് ലീസിൽ അസറ്റിൻ്റെ എക്കണോമിക് ലൈഫിനുള്ളിൽ തന്നെ അസറ്റിൻ്റെ വാല്യൂ ലെസ്സിയുടെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റില്ല. ഇനിയുള്ള ഒരു ടൈപ്പ് ലീസ് എന്ന് പറഞ്ഞാൽ സെയിൽ ആൻഡ് ലീസ് ബാക്ക് അറേഞ്ച്മെൻറ്റ്. സെയിൽ ആൻഡ് ലീസ് ബാക്ക് അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ് ഒരു എക്സ് എന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് ഉണ്ടാവും. ആ അസറ്റ് ലെസ്സർ എന്ത് ചെയ്യും? എക്സിൻ്റെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യും, എന്നിട്ട് എക്സിന് തന്നെ ലീസിന് കൊടുക്കും. അപ്പോൾ എക്സ് അവിടെ സപ്ലയറുമായി ലെസ്സിയുമായി. അപ്പോൾ ഒരു പാർട്ടി വേറൊരു പാർട്ടിയുടെ നിന്ന് അസറ്റ് പർച്ചേസ് ചെയ്തിട്ട് മറ്റേ പാർട്ടിക്ക് തന്നെ ലീസ് ഔട്ട് ചെയ്യുന്നതിനെയാണ് സെയിൽ ആൻഡ് ലീസ് ബാക്ക്. ആദ്യം വിൽക്കും, അത് തന്നെ വീണ്ടും ലീസിന് മേടിക്കും. ഓക്കെ, ഇതിനെയാണ് സെയിൽ ആൻഡ് ലീസ് ബാക്ക് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ബിഗ് ടിക്കറ്റ് ലീസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റിൻ്റെ വാല്യൂ വളരെ വലുതായിരിക്കും, സിഗ്നിഫിക്കൻ്റ്ലി ഓഫ് വെരി ഹൈ വാല്യൂ. അസറ്റ് വിൽ ബി ഓഫ് വെരി ഹൈ വാല്യൂ. ഇതിനെയാണ് ബിഗ് ടിക്കറ്റ് ലീസിങ് എന്ന് പറയുന്നത്. ACMI ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ അസറ്റ് എയർക്രാഫ്റ്റ് ആണ്. ഓക്കെ, അതാണ് ഇവിടെ എ റെപ്രസെൻ്റ് ചെയ്യുന്നത്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർക്രാഫ്റ്റ്. കൂടാതെ ACMI ലീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ്സർ തന്നെ ക്രൂവിനെയും ആ എയർക്രാഫ്റ്റിന് ആവശ്യമുള്ള ക്രൂവിനെ പ്രൊവൈഡ് ചെയ്യും, അതിൻ്റെ മെയിൻ്റനൻസ് കൊടുക്കും, ഇൻഷുറൻസ് കോസ്റ്റും ബെയർ ചെയ്യും. അതുകൊണ്ടാണ് ACMI ലീസ് എന്ന് പറയുന്നത്. അപ്പോൾ ലെസ്സർ അസറ്റ് മാത്രമല്ല പ്രൊവൈഡ് ചെയ്യുന്ന, ക്രൂവിനെ പ്രൊവൈഡ് ചെയ്യും, മെയിൻ്റനൻസ് കോസ്റ്റ് ബെയർ ചെയ്യും, ഇൻഷുറൻസ് കോസ്റ്റും ബെയർ ചെയ്യും. ഇതിന് പറയുന്ന വേറൊരു പേരാണ് വെറ്റ് ലീസ്. ACMI ലീസിന് പറയുന്ന വേറൊരു പേരാണ് വെറ്റ് ലീസ്. ഇനി ഡാം ലീസ് ഉണ്ട്. ഡാം ലീസസ് ACMI തന്നെയാണ്, എക്സെപ്റ്റ് ലെസ്സി തന്നെയാണ് ക്യാബിൻ ക്രൂവിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. ലെസ്സർ അല്ല, ക്യാബിൻ ക്രൂ ലെസ്സി തന്നെ കണ്ടെത്തിക്കോളും. ഇതിനെ ഡാം ലീസ് എന്ന് പറയും. ഇനി ഡ്രൈ ലീസ് ഉണ്ട്. ഇവിടെ എയർക്രാഫ്റ്റ് കൊടുക്കും ലെസ്സർ, പക്ഷേ ഇൻഷുറൻസ്, ക്രൂ, മെയിൻ്റനൻസ് ഒക്കെ ആര് കണ്ടെത്തണം? ലെസ്സി കണ്ടെത്തണം. ഇതിനെയാണ് ഡ്രൈ ലീസ് എന്ന് പറയുക. ഓക്കെ, ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം. എക്സ് ലിമിറ്റഡ് വാണ്ട്സ് ടു ഗിവ് ഔട്ട് ആൻ അസറ്റ്
costing rupees 7,20,000 on lease for a 5-year period. എക്സ് ഒരു അസറ്റ് ലീസിന് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളൂ. അതിൻ്റെ വില, അസറ്റിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7,20,000 ആണ്. ലീസ് പീരീഡ് എന്ന് പറയുന്നത് 5 years ആണ് അല്ലേ. ഇറ്റ് ഹാസ് എ ഫിക്സ്ഡ് റെൻ്റൽ ഓഫ് 2,10,000 rupees per annum പേയബിൾ ആനുവലി ഇൻ അരിയേഴ്സ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ അരിയേഴ്സ് ആണ്. ഓക്കെ, പേയബിൾ ആനുവലി ആണ്. അപ്പോൾ ആനുവലി എത്രയാണ് ലീസ് റെൻ്റൽ? 2,10,000 ആണ്. അത് ഇൻ അരിയർ ആണ്. അരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലീസ് പീരീഡ് തുടങ്ങിയിട്ട് അതിൻ്റെ എൻഡിൽ, ഇയർ 1 തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഇയർ 1 എൻഡിലായിരിക്കും ലീസ് റെൻറ്റ് കൊടുക്കുക. സപ്പോസ് ജനുവരി 1 ലീസ് അഗ്രിമെൻറ്റ് എന്താ പറയുക സൈൻ ചെയ്തത്, ലീസ് റെൻ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഡിസംബറിലായിരിക്കും. അതായത് ഈ 2,10,000 കൊടുക്കുന്ന ഇയർ എൻഡിലായിരിക്കും. അതിനാണ് ഇൻ അരിയർ എന്ന് പറയുക. ഇനി ഇൻ അഡ്വാൻസ് ആണെങ്കിൽ ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇൻ അഡ്വാൻസ് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ അരിയേഴ്സ് എന്നുള്ള. ദ കമ്പനി എൻജോയ്സ് എ നിൽ ടാക്സ് സ്റ്റാറ്റസ്. ടാക്സ് റേറ്റ് ഒന്നുമില്ല. ഓക്കെ, ഇറ്റ്സ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് 10%. 10% കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഈസ് ദിസ് അഗ്രിമെൻറ്റ് ഫേവറബിൾ ടു ഇറ്റ്? ഇത് നമ്മൾ ആരുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ് നോക്കുന്നത്? എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാ? എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ്സറാണ്. അപ്പോൾ ലെസ്സറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ അഗ്രിമെൻറ്റ് ഫേവറബിൾ ആണോ ലെസ്സർക്ക് എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ലെസ്സർ എക്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് എക്സിന് ഫേവറബിൾ ആണോ അല്ലയോ എന്നുള്ളത് കണ്ടെത്തണം. അത് കണ്ടെത്താൻ എന്താ വഴി? നമ്മൾ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ കാണും, ക്യാഷ് ഇൻഫ്ലോസിൻ്റെ എല്ലാം, ക്യാഷ് ഔട്ട്ഫ്ലോസിൻ്റെ എല്ലാം പ്രസൻറ്റ് വാല്യൂ കാണും. അതെല്ലാം കൂടി ആഡ് ചെയ്ത് നെറ്റ് ഫിഗർ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് അക്സെപ്റ്റ് ചെയ്യാം, ഫേവറബിൾ ആണ് അല്ലേ. അതായത് നമ്മൾ NPV എന്ന് പറയും, നെറ്റ് പ്രസൻറ്റ് വാല്യൂ കാണും അല്ലേ. നെറ്റ് പ്രസൻറ്റ് വാല്യൂ കാണുമ്പോൾ ക്യാഷ് ഔട്ട്ഫ്ലോ മൈനസ് ക്യാഷ് ഇൻഫ്ലോ, അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ആയിരിക്കണം. അത് പോസിറ്റീവ് ആണെങ്കിൽ ദ പ്രൊജക്ട് ക്യാൻ ബി അക്സെപ്റ്റഡ്. അപ്പോൾ ഇവിടെ ആദ്യ സ്റ്റെപ്പ് 1 ഇനിഷ്യൽ ഫ്ലോ, കോസ്റ്റ് ഓഫ് അസറ്റ് എത്രയാണ്? 7,20,000. ഇതാണ് കമ്പനീനെ സംബന്ധിച്ച്, എക്സിനെ സംബന്ധിച്ച് ഇനീഷ്യൽ ക്യാഷ് ഫ്ലോ, അതായത് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് അല്ലേ. കോസ്റ്റ് ഓഫ് അസറ്റ് എന്ന് പറയുന്നത് അസറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടുന്ന കോസ്റ്റ്. അപ്പോൾ 7,20,000 ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. ഇത് ഇയർ 0 സംഭവിക്കുന്നത് അല്ലേ. അപ്പോൾ 7,20,000 ഇയർ 0 അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ എത്രയായിരിക്കും? 1 തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ 7,20,000 × 1 is 7,20,000. ഇനി നമ്മൾക്ക് ഇൻ ബിറ്റ്വീൻ ഫ്ലോസ് കാണണം. ഇൻ ബിറ്റ്വീൻ ഫ്ലോസ് എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും എത്രയാണ്? 2,10,000 രൂപയാണ്. ഇതൊരു ടാക്സിൻ്റെ കാര്യവും പറയുന്നില്ല, ഡിപ്രീസിയേഷൻ്റെ കാര്യവും പറയുന്നില്ല. അപ്പോൾ നമ്മൾക്ക് ലീസ് പീരീഡിന് മൊത്തത്തിൽ കാണാം അല്ലേ. ലീസ് പീരീഡ് മൊത്തത്തിൽ 2,10,000 രൂപ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ 5 വർഷത്തേക്കുള്ള എത്രയാണ്? 10% കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ കണ്ടാൽ മതി അല്ലേ. എത്ര കിട്ടും? 3.791. അതെങ്ങനെ കിട്ടുക? 1/1.1 കോമ്പൗണ്ട് ചെയ്ത് 5 വർഷത്തേക്ക്. അപ്പോൾ 3.71 കിട്ടും. ഇപ്പോൾ 2,10,000 ആണ് ആനുവൽ റെൻ്റൽ, ലീസ് റെൻ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ലീസ് റെൻ്റൽ ഇൻറ്റു 3.791, അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ആണ്. ഓക്കെ, 8 lakhs. ഇനി ടെർമിനൽ ഫ്ലോ ഉണ്ടോ? ഇല്ല. സാൽവേജ് വാല്യൂവിൻ്റെ കാര്യമൊന്നും പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ടെർമിനൽ ഫ്ലോ ഇല്ല. നമ്മൾക്കപ്പോൾ ഇൻ ബിറ്റ്വീൻ ഫ്ലോയും ഇനിഷ്യൽ ക്യാഷ് ഫ്ലോയും മാത്രമേ ഉള്ളൂ. അപ്പോൾ 7,20,000 ക്യാഷ് ഔട്ട് ഫ്ലോയും 8 lakh ഇൻഫ്ലോയും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.8, 80,000 ആണ്. എന്താ 80,000? പോസിറ്റീവ് 0.8 ആണ് അല്ലേ. പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NPV പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? ആ പ്രൊജക്റ്റ് അല്ലെങ്കിൽ അഗ്രിമെൻറ്റ് ഫേവറബിൾ ആണ്, അത് അക്സെപ്റ്റ് ചെയ്യാം. ദ അസറ്റ് ക്യാൻ ബി ലീസ്ഡ് ഔട്ട് അല്ലേ എന്നാണ് മീൻ ചെയ്യുന്നത്. പോസിറ്റീവ് ആയതുകൊണ്ട് അസറ്റ് ക്യാൻ ബി ഗിവൺ ഓൺ ലീസ്. ഓക്കെ, ഇനി അടുത്തൊരു ഇല്ലസ്ട്രേഷൻ നോക്കാം. CB wants to lease out an asset worth 100 lakhs for a 4-year period. ഇവിടെ ലീസ് പീരീഡ് എന്ന് പറഞ്ഞാൽ 4 വർഷമാണ്. ഇത് അസറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 100 lakhs ആണ്. 4 വർഷത്തെ ലീസ് പീരീഡ്. അസറ്റ് ഈസ് ടു ബി റിട്ടേൺ ഓഫ് at 25% അണ്ടർ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ടിൻ്റെ കീഴിൽ കമ്പനീസ് ആക്ട് പറയുന്ന സ്പെസിഫൈഡ് റേറ്റ് ഫോർ ദിസ് അസറ്റ് ഈസ് 25%. അപ്പോൾ 25% ഡിപ്രീസിയേഷൻ കമ്പനീസ് ആക്ട് പറയുന്നുണ്ട്. കൂടാതെ ക്വാളിഫൈ ഫോർ 30% ഡിപ്രീസിയേഷൻ അണ്ടർ ഇൻകം ടാക്സ് ആക്ട്. ഇൻകം ടാക്സ് ആക്ട് പറയുന്ന പ്രിസ്ക്രൈബ്ഡ് റേറ്റ് എന്ന് പറയുന്നത് 30% ആണ്. കമ്പനീസ് ആക്ട് 25 പറഞ്ഞിട്ടുണ്ട്, ഇൻകം ടാക്സ് ആക്ട് 30% പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ലീസ് പീരിയഡ് ഇറ്റ് ക്യാൻ ബി സോൾഡ് അറ്റ് വാട്ട് എവർ ഈസ് ഇറ്റ്സ് ടാക്സ് WDV. ഈ ലീസ് പീരീഡ് കഴിയുമ്പോൾ, ലീസ് പീരീഡ് എന്ന് പറഞ്ഞാൽ 4 വർഷമാണ്, 4 വർഷത്തിൻ്റെ എൻഡിൽ എത്രയാണോ ടാക്സ് റിട്ടേൺ ഡൗൺ വാല്യൂ, അതായത് 30% വെച്ച് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റിട്ടേൺ ഡൗൺ വാല്യൂ എത്രയാണോ ആ റിട്ടേൺ ഡൗൺ വാല്യൂവിന് ഈ അസറ്റ് എന്ത് ചെയ്യാം? സെല്ല് ചെയ്യാം. ഓക്കെ, ആ എമൗണ്ട് തന്നെ കിട്ടുമെന്നാണ് ഇവിടെ പറയുന്നത്.
ഇനി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആഫ്റ്റർ ടാക്സ് ഈസ് 10%. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇവിടെ തന്നിട്ടുണ്ട്. ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് 10%. ടാക്സ് റേറ്റ് ഈസ് 25%. ഡിറ്റർമിൻ വെദർ എ ലീസ് റെന്റൽ ഓഫ് 30 lakhs per annum payable in arrears is advantageous to CB Limited. അപ്പോൾ 30 ലക്ഷമാണ് പെർ ആനം ലീസ് റെന്റൽ ആയിട്ട് അവർ ഡിസൈഡ് ചെയ്തേക്കുന്നത്. 30 ലക്ഷം ലീസ് റെന്റൽ മേടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയുക ലീസിംഗ് ഔട്ട് പ്രോജക്റ്റ് അഡ്വാൻറ്റേജസ് ആയിരിക്കോ ബെനിഫിഷ്യൽ ആയിരിക്കോ CB ലിമിറ്റഡിനെ സംബന്ധിച്ചെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, പിന്നെ നമ്മൾക്ക് ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യാം. ഇനിഷ്യൽ ഫ്ലോ, ആദ്യത്തെ ഇനിഷ്യൽ ഫ്ലോ ആണ്. ഇനിഷ്യൽ ഫ്ലോ എന്ന് പറയുന്നത് അസറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 100 lakhs ആണ് അല്ലേ. അതായത് CB ലിമിറ്റഡ് അസറ്റ് വാങ്ങിക്കാൻ അല്ലെങ്കിൽ അക്വയർ ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ട 100 ലക്ഷം രൂപ. ഇത് CB ലിമിറ്റഡിനെ സംബന്ധിച്ച് എന്താണ്? ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് അല്ലേ. അപ്പോൾ ക്യാഷ് ഔട്ട്ഫ്ലോ ഈസ് 100 lakhs. ഇനി ഇൻ ബിറ്റ്വീൻ ക്യാഷ് ഫ്ലോ കാണണം. ഇൻ ബിറ്റ്വീൻ ക്യാഷ് ഫ്ലോ കാണുമ്പോൾ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ പ്രോബ്ലത്തിലെ പോലെ എന്ത് ചെയ്യാൻ പറ്റില്ല? കഴിഞ്ഞ പ്രോബ്ലത്തിലെ പോലെ ഒറ്റയടിക്ക് 2,10,000 ഇൻറ്റു നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ 5 വർഷത്തെ ഇത് കണ്ടു അല്ലേ, പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ, അത് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ ഡിപ്രീസിയേഷനും വരുന്നുണ്ട്, ടാക്സും വരുന്നുണ്ട്. അപ്പോൾ ഡിപ്രീസിയേഷൻ ബെനിഫിറ്റും ടാക്സ് ബെനിഫിറ്റും ഒക്കെ നമ്മൾക്ക് ഇത് ചെയ്യണം. അതും കൂടി അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് എന്ത് ചെയ്യാൻ? ക്യാഷ് ഫ്ലോ, നെറ്റ് ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കാൻ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഓപ്പണിംഗ് WDV ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇവിടെ ഓപ്പണിംഗ് WDV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിലുള്ള വാല്യൂ 100 തന്നെയാണ് അല്ലേ. ഓപ്പണിംഗ് WDV 100 ആണ്. ഡിപ്രീസിയേഷൻ റേറ്റ് എത്രയാണ് പറഞ്ഞേക്കുന്നത്? ഇൻകം ടാക്സ് പ്രകാരമുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, 30%. അപ്പോൾ 100ൻ്റെ 30% ആണ് 30. WDV എന്താ ഫസ്റ്റ് ഇയറിലെ? ഫസ്റ്റ് ഇയറിലെ WDV 70. ഇനി WDV ഓപ്പണിംഗ് 70 സെക്കൻഡ് ഇയർ വരുമ്പോൾ അതിൻ്റെ 30% ഡിപ്രീസിയേഷൻ എടുക്കുമ്പോൾ 21 ആണ് ഡിപ്രീസിയേഷൻ. ക്ലോസിംഗ് WDV എന്ന് പറയുന്നത് 49. തേർഡ് ഇയർ ഓപ്പണിംഗ് WDV 49, അതിൻ്റെ 30% ഡിപ്രീസിയേഷൻ 14.7. ക്ലോസിംഗ് WDV എന്ന് പറഞ്ഞാൽ 34.3. ഇനി നാലാമത്തെ വർഷം, അതായത് ലീസ് പീരീഡിൻ്റെ അവസാനത്തെ വർഷം ഓപ്പണിംഗ് WDV എന്ന് പറയുന്നത് 34.3, അതിൻ്റെ 30% ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 10.29. ക്ലോസിംഗ് WDV എന്ന് പറയുന്നത് 24.01. ഇതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ദ ലീസ് പീരീഡ് ഇറ്റ് ക്യാൻ ബി സോൾഡ് അറ്റ് വാട്ട് എവർ ഈസ് ഇറ്റ്സ് ടാക്സ് WDV. അപ്പോൾ നാലാമത്തെ വർഷം, അതായത് ലീസ് പീരീഡിൻ്റെ എൻഡിൽ എത്രയാണോ ടാക്സ് WDV ഈ വാല്യൂവിന് സെല് ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ടാക്സ് WDV എന്ന് പറയുന്നത് 24.01, നമുക്ക് 24 lakhs എന്ന് പറയാം. ഓക്കെ, 24 lakhs ആണ് നമുക്ക് ആ അസറ്റ് ലീസ് പീരീഡ് കഴിയുമ്പോൾ വിറ്റാൽ കിട്ടുന്ന എമൗണ്ട്. ഇനി നമ്മൾക്ക് ഇൻ ബിറ്റ്വീൻ ക്യാഷ് ഫ്ലോസ് കണ്ടുപിടിക്കണം. ഇൻ ബിറ്റ്വീൻ ക്യാഷ് ഫ്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് ക്യാഷ് ഇൻഫ്ലോ എത്രയാണെന്നുള്ളത് അല്ലെ, ഡിപ്രീസിയേഷനും ടാക്സും ഒക്കെ കഴിഞ്ഞിട്ട് എത്രയാണ് നെറ്റ് ക്യാഷ് ഫ്ലോ ഉള്ളതെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ എല്ലാ വർഷവും ലീസ് റെന്റൽ 4 വർഷം ലീസ് റെന്റൽ എത്ര തന്നെയാണ്? 30 ലക്ഷം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല അല്ലേ. ഇയർ 1ലും ഇയർ 2ലും ഇയർ 3ലും ഇയർ 4ലും 30 lakhs ലീസ് റെന്റൽ കിട്ടി നമ്മൾക്ക്. ഡിപ്രീസിയേഷൻ, ലീസ് റെന്റലിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കണം. എത്ര ആദ്യത്തെ വർഷത്തെ ഡിപ്രീസിയേഷൻ? 30. അപ്പോൾ ഇൻകത്തിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് കിട്ടും അല്ലേ. ഇൻകം ലെസ് എക്സ്പെൻസ്. അപ്പോൾ എത്ര പ്രോഫിറ്റ് ഇല്ല. ലീസ് റെന്റൽ കിട്ടുന്ന അതേ എമൗണ്ട് ഡിപ്രീസിയേഷൻ ആയിട്ടും പ്രൊവൈഡ് ചെയ്യണം. 30 lakh തന്നെ ലീസ് റെന്റൽ, 30 lakh തന്നെ ഡിപ്രീസിയേഷൻ. അപ്പോൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ഇല്ല, അതുകൊണ്ട് ടാക്സ് ഇല്ല. പക്ഷേ നെറ്റ് ക്യാഷ് ഇൻഫ്ലോ എത്രയാണ്? ഈ 30 lakh തന്നെ ഉണ്ട് അല്ലേ, ടാക്സ് ആയിട്ടൊന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല അല്ലേ. അതുകൊണ്ട് 30 lakh തന്നെ ക്യാഷ് ഇൻഫ്ലോ ഉണ്ട്. ഇനി സെക്കൻഡ് ഇയർ വരുമ്പോൾ 30 lakhs എന്തുണ്ട്? 30 lakhs ലീസ് റെന്റൽ ഉണ്ട്. കൂടാതെ ഇവിടെ ഡിപ്രീസിയേഷൻ എത്ര പറഞ്ഞേക്കുന്നത്? 21 lakh ആണ്. അപ്പോൾ ഡിപ്രീസിയേഷൻ 21 lakh. പ്രോഫിറ്റ് എത്ര കിട്ടും? 30 - 21 9. 9ൻ്റെ 25% എന്തായിട്ട് കൊടുക്കണം? ടാക്സ് ആയിട്ട് കൊടുക്കണം. 9ൻ്റെ 25% എന്ന് പറഞ്ഞാൽ 2.25. നെറ്റ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് 30 മൈനസ് ടാക്സ്. 30 - 2.25 is 27.75. തേർഡ് ഇയർ വരുമ്പോൾ 30 ലീസ് റെന്റൽ, ഇവിടെ 14.7 ഡിപ്രീസിയേഷൻ. ബാലൻസ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ് 15.3, അതിൻ്റെ 25% ടാക്സ് 3.83. 30 - 3.83 എത്ര? 26.17 ആണ് നെറ്റ് ക്യാഷ് ഇൻഫ്ലോ മൂന്നാമത്തെ വർഷം. നാലാമത്തെ വർഷം ലീസ് റെന്റൽ 30, ഡിപ്രീസിയേഷൻ എത്രയുണ്ട്? 10.29. അത് എഴുതി. ബാലൻസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ്. 30 - 10.29 is 19.71. അതിൻ്റെ 25% ടാക്സ് ആയിട്ട് കൊടുത്തു 4.93. നെറ്റ് ഇൻഫ്ലോ 24.07. അപ്പോൾ ഇത്രയാണ് ഇൻ ബിറ്റ്വീൻ ക്യാഷ് ഫ്ലോ. അതിൽ ഇതാണ് നെറ്റ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ടെർമിനൽ ഫ്ലോ എന്താണെന്ന് അറിയണം. അപ്പോൾ നമ്മൾ ഇനിഷ്യൽ ഫ്ലോ പറഞ്ഞു,
ഇൻ ബിറ്റ്വീൻ ക്യാഷ് ഫ്ലോ കണ്ടുപിടിച്ചു. ഇനി അവസാനം നമുക്ക് ടെർമിനൽ ഫ്ലോ ആണ് കണ്ടുപിടിക്കേണ്ടത്. ടെർമിനൽ ഫ്ലോ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അല്ലേ? എന്താ പറഞ്ഞിരിക്കുന്നത്? അറ്റ് ദ എൻഡ് ഓഫ് ദ ലീസ് പീരീഡ് ഇറ്റ് ക്യാൻ ബി സോൾഡ് അറ്റ് ഇറ്റ്സ് ടാക്സ് WDV എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടാക്സ് WDV എത്രയാണ്? 24.01. അതായത് ടെർമിനൽ വാല്യൂ കിട്ടുന്നത് 24.01 ആണ്. അപ്പോൾ 4ാമത്തെ വർഷമാണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ കാണണം. 24 ലക്ഷത്തിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ. അപ്പോൾ നമുക്കിനി പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ നോക്കാം. ഇയർ 0 1 lakh 100 lakh എന്ന് പറഞ്ഞാൽ ഇയർ 0ൽ 100 lakh എന്ന് പറഞ്ഞാൽ ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് അല്ലേ? അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ അല്ലേ? ഡിസ്കൗണ്ടിങ് ഫാക്ടർ 1 ആണ്. അപ്പോൾ 100 × 1 100 അല്ലേ? ഇനി ഫസ്റ്റ് ഇയറിൽ 30 ലീസ് റെൻ്റൽ ആയിട്ടുണ്ട്. നെറ്റ് ഇൻഫ്ലോ ഉണ്ട്. അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ 10 1 / 1.1 is 0.909. എത്രയാ പ്രസൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 27.27 ആണ്. സെക്കൻഡ് ഇയർ 27.75 ഉണ്ട്. അതിൻ്റെ ഡിസ്കൗണ്ട് ഫാക്ടർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്രസൻറ്റ് വാല്യൂ 22.92 കിട്ടും. ഇനി 3ാമത്തെ വർഷം 26.17 ഉണ്ട്. അതിൽ നിന്ന് ഡിസ്കൗണ്ട് ഫാക്ടർ അറ്റ് ദ റേറ്റ് ഓഫ് 10% ചെയ്യുമ്പോൾ 0.71 കിട്ടും, 751 കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്രസൻറ്റ് വാല്യൂ കിട്ടും. 26.17ൻ്റെ പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് 19.65. അവസാനത്തെ വർഷം നിങ്ങൾ നോക്കണം. അവസാനത്തെ വർഷം ലീസ് പീരീഡിൻ്റെ അവസാനത്തെ വർഷം അല്ലെങ്കിൽ ടെർമിനൽ പീരീഡിൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ 49.08 ആണ്. അതെങ്ങനെയാണ് 49.08 വന്ന്? നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം അവസാനത്തെ വർഷം ഇവിടെ ക്യാഷ് ഇൻഫ്ലോ 25.07 മാത്രമേ ഉള്ളൂ അല്ലേ? അവിടെയാണ് ഈ എൻഡിൽ ലീസ് പീരീഡിൻ്റെ എൻഡിൽ ഇറ്റ് ക്യാൻ ബി സോൾഡ് അറ്റ് വാട്ട് എവർ ഈസ് ഇറ്റ്സ് ടാക്സ് WDV എന്ന് പറയുന്നതിൻ്റെ ഇത്. അതായത് ലീസ് പീരീഡിൻ്റെ എൻഡ്, അതായത് 4ാമത്തെ വർഷത്തെ എൻഡിൽ അത് വിറ്റ് കഴിയുമ്പോൾ എത്ര കിട്ടും? 24 ലക്ഷം കിട്ടും അല്ലേ? ആ 24.01 lakhs പ്ലസ് 25.07 അതാണ് ഈ 49.08. അതാണ് അവസാനത്തെ വർഷം ലീസ് പീരീഡിൻ്റെ എൻഡിൽ കിട്ടുന്ന ടോട്ടൽ ഇൻഫ്ലോ എന്ന് പറയുന്നത് 49.08. അവിടുത്തെ ഡിസ്കൗണ്ട് ഫാക്ടർ അറ്റ് ദ റേറ്റ് ഓഫ് 10% എത്ര? 0.683. അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 49.08ൻ്റെ പ്രസൻറ്റ് വാല്യൂ കിട്ടും. അത് എത്രയാണ്? 33.52. ഇതിൻ്റെ നെറ്റ് ഫിഗർ അല്ലെങ്കിൽ നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. എന്തിൻ്റെ ഒപ്പം? ഈ 100ൽ നിന്ന് ആഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 3.36. പോസിറ്റീവ് ഫിഗർ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം? ഈ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ലീസ് ഔട്ട് അഗ്രിമെൻറ്റ് ആർക്ക് ഫേവറബിൾ ആണ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ആണ്? CB ലിമിറ്റഡിന് അഡ്വാൻറ്റേജസ് ആണ്. ഈ ഒരു ലീസ് ഔട്ട് ഈ അസറ്റ് ലീസ് ഔട്ട് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് CB ലിമിറ്റഡിന് എത്താം. ഓക്കെ, പ്രോബ്ലം നോക്കുക, 2 പ്രോബ്ലം നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നാളെ നമുക്ക് ഇൻ അഡ്വാൻസ് ആയിട്ട് ലീസ് റെൻ്റിൽ പേ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാമെന്ന് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു.